പത്തനംതിട്ട കോട്ടാങ്ങലിൽ നേഴ്സായ യുവതിയെ ബലാത്സംഗം ചെയ്ത് ജീവനോടെ കെട്ടിത്തൂക്കിക്കൊന്ന കേസ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമാണ്. കൊല്ലപ്പെട്ട ടിഞ്ചുവിൻ്റെ ആൺസുഹൃത്തിനെ ചെയ്യാത്ത തെറ്റിന് പോലീസ് കുറേ വേട്ടയാടിയതാണ്. 6 വർഷം മുൻപ് നടന്ന അരുംകൊലയിൽ സത്യം തെളിഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലായിരുന്നു. 20 മാസത്തിന് ശേഷമാണ് തടിക്കച്ചവടക്കാരനായ നസീറിലേക്ക് അന്വേഷണം എത്തിയത്. ഒടുവിൽ പ്രതി നസീറിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതിന് പുറമെ ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷവും ശിക്ഷയും. സിനിമാ കഥയെ വെല്ലും വിധമായിരുന്നു കോട്ടാങ്ങൽ ടിഞ്ചു വധക്കേസും അതിന്റെ അന്വേഷണവും. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞ ടിഞ്ചു സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തുമായി ജീവിച്ചു വരവേ 2019 ഡിസംബർ 15-നായിരുന്നു കൊല്ലപ്പെടുന്നത്. ആദ്യം കേസന്വേഷിച്ച ലോക്കൽ പോലീസ് കൊല്ലപ്പെട്ട ടിഞ്ചുവിനൊപ്പം താമസിച്ചു വന്ന ആൺ സുഹൃത്തായ ടിജിനെ പ്രതിയെന്ന് സംശയിച്ചു. അതിക്രൂര മർദ്ദനമാണ് പെരുമ്പെട്ടി പോലീസ് സ്റ്റേഷനുള്ളിൽ ടിജിൻ നേരിട്ടത്. എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഈ സമയത്തൊന്നും യഥാർത്ഥ പ്രതിയായ തടിക്കച്ചവടക്കാരൻ നസീർ പോലീസിന്റെ സംശയ നിഴലിലുണ്ടായിരുന്നില്ല. എന്നാൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ടിഞ്ചുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന കെട്ടാണ് പ്രതി നസീറിലേക്ക് കേസന്വേഷണം എത്തിച്ചത്. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ക്രൈംബ്രാഞ്ചുകാരോടാണ്. നല്ലവരായ ക്രൈംബ്രാഞ്ചുകാർ, നല്ല മനസ്ഥിതിയും അതുപോലെ അവർ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള ക്രൈംബ്രാഞ്ചുകാരാണ് ഇത് അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് കേസ് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ജയിലിലായി പോയിരിക്കാം. ഈ നെയ്മൺ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും മാന്യനായിട്ടില്ല നടന്നിരിക്കാം. ഇന്നിങ്ങനൊരു എന്താ പറയുന്നത്, കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ക്രൈംബ്രാഞ്ചുകാരാണ്. അതുപോലെ തന്നെ കോടതി കേസ് എത്തിച്ചു കഴിഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ സാറ് ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള ഈ അന്വേഷണത്തിന് പുറകിലുള്ള ആ നല്ല പ്രവർത്തനമാണ് ഇപ്പം ഈ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്താനുള്ള കാരണമായത്. തടിക്കച്ചവടക്കാരോ തടിപ്പണിക്കാരോ കെട്ടുന്നത് പോലെയായിരുന്നു ആ കെട്ട്. തുടർന്ന് സംഭവ ദിവസം ടിഞ്ചുവിന്റെ വീട്ടിലെത്തി മടങ്ങിയ നസീറും അന്വേഷണ പരിധിയിലേക്കെത്തി. ടിഞ്ചുവിന്റെ നഖത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ശരീരത്തിലെ തൊലിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രതി നസീർ തന്നെയെന്ന് ഉറപ്പിച്ചു. 20 മാസത്തോളം നടന്ന അന്വേഷണത്തിനൊടുവിലായിരുന്നു യഥാർത്ഥ പ്രതി നസീറാണെന്ന് കണ്ടെത്തുന്നത്. കെട്ടിൽ തടിപ്പണിക്കാരൻ കെട്ടുന്ന കെട്ടാണെന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലായി. സാധാരണ സൂയിസൈഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടി കെട്ടുന്ന രീതിയിലുള്ളതല്ലായിരുന്നു. വെയിറ്റ് വലിച്ചു പൊക്കുന്ന രീതിയിലുള്ള പ്രത്യേകതര ഒരു കെട്ടായിരുന്നു. അത് നിർണായകം. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കാല് കട്ടിൽ തട്ടിയ നിലയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പിന്നെ 53 ഇഞ്ചുറിയും ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലായി. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ഉൾപ്പെടെയാണ് ശിക്ഷ. ഇതിനു പുറമെ 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.